ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്കൊരു തിരുവചനം നമുക്ക് ശ്രവിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം. അത്യാഗ്രഹമുള്ള കണ്ണ് ദുഷിച്ചതാണെന്ന് ഓർക്കുക. കണ്ണിനേക്കാൾ കൊതിയുള്ളതായി സൃഷ്ടികളിൽ എന്താണുള്ളത്? അത് നിമിത്തം ഓരോ മുഖവും കണ്ണീർ വാർക്കുന്നു. ദൈവം തന്നെ പറഞ്ഞു തരികയാണ്, ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ കണ്ണിനേക്കാൾ കൊതിയുള്ള ഒരവയവമില്ല. അത് നിമിത്തം അനേകം ജീവിതങ്ങളിൽ നിന്ന് കണ്ണീർ വാർക്കുകയാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ശാലോം പ്രേക്ഷകരെ, അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ അശുദ്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് എന്ന് ബോധ്യം തരുന്ന ഒരു തിരുവചനമാണ് സങ്കീർത്തനം 51:5. അവിടെ സങ്കീർത്തകൻ പറയാണ്, പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണെന്ന്. അപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് അശുദ്ധി കടന്നു വരുന്ന ഒരു മേഖല അമ്മയുടെ ഉദരത്തിലായിരുന്ന ആ 10 മാസ കാലഘട്ടം, നമ്മുടെ വളർച്ചയുടെ വളരെ സുപ്രധാനമായ കാലഘട്ടമാണത്. അന്ന് നമ്മിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധികൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വിശുദ്ധീകരിക്കാനായിട്ട് മറ്റൊരു മരുന്നില്ല, ഒരു വൈദ്യനില്ല. ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെയായി ഈശോയെ നമ്മൾ ക്ഷണിക്കണം ആ കാലഘട്ടത്തിലേക്ക്. സ്നേഹമുള്ളവരെ, ഈ കുഞ്ഞിൻ്റെ അനുഭവത്തിലേക്ക് വരികയാണ്. മാതാപിതാക്കൾ മ്ലേച്ഛമായ പുസ്തകങ്ങൾ വായിക്കുക, CD-കൾ കണ്ട് ആസ്വദിക്കുമ്പോൾ അവരുടെ കണ്ണിലൂടെ അശുദ്ധി കടന്നു വരുന്നു. ഇത് തലച്ചോറിൽ ശേഖരിക്കപ്പെടുന്നു. അവരുടെ മനസ്സ് അശുദ്ധമാകുന്നു. അങ്ങനെ കണ്ണും മനസ്സും അശുദ്ധമായ ഒരവസ്ഥയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ ആ കുഞ്ഞിലേക്ക് ഈ അശുദ്ധി കടന്നു വരുന്നു. അതുകൊണ്ട് കണ്ണുകളുടെ ദുരുപയോഗം വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ വളരെ ചെറിയ അവയവങ്ങളാണ് കണ്ണുകൾ. പക്ഷെ കണ്ണുകളുടെ ദുരുപയോഗം മൂലം ഇന്ന് എത്രയോ ജീവിതങ്ങളാണ് കണ്ണീർ വാർക്കുന്നത്. എത്രയോ ജീവിതങ്ങളിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാതെ പോകുന്നു. അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം വളരെ ശ്രദ്ധിക്കണം. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും. കണ്ണുകൾ ശരീരത്തിലെ വളരെ ചെറിയ അവയവമാണെങ്കിൽ കൂടിയും ജീവിതത്തെ മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന, വ്യക്തിത്വത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അവയവം. ജീവിതം അനുഗ്രഹപൂർണ്ണമാകണമെങ്കിൽ, ഐശ്വര്യപൂർണ്ണമാകണമെങ്കിൽ കണ്ണുകൾ കുറ്റമറ്റതായിരിക്കണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, കണ്ണുകൾ ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. കാഴ്ചശക്തിയും ദൈവത്തിൻ്റെ ദാനമാണ്. നമുക്കറിയാം, കണ്ണുകളുള്ള എല്ലാവർക്കും കാഴ്ചശക്തി ഇല്ല. ജന്മന അന്ധരായി ജനിക്കുന്നവരുണ്ട്. ജീവിതയാത്രയിൽ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നവരുണ്ട്. ദൈവം എന്തിനു വേണ്ടി ഈ കണ്ണുകൾ നമുക്ക് നൽകി? ഈ മനോഹരമായ പ്രപഞ്ചം, നമ്മൾ അധിവസിക്കുന്ന ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ്! ദൈവത്തിൻ്റെ സൃഷ്ടികൾ എത്ര വൈവിധ്യങ്ങൾ, എത്ര സുന്ദരമാണത്! ദൈവത്തെ കാണുവാൻ, ദൈവത്തിൻ്റെ മഹത്വം സൃഷ്ടികളിൽ കാണുവാൻ, മറ്റുള്ളൊരു ദൈവത്തെ കാണുവാൻ, അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് കണ്ണുകളും ദാനമായി കാഴ്ചശക്തിയും നൽകിയത്. ഈ കണ്ണുകൾ ദൈവം നൽകിയത് എന്തും കാണാനോ എന്തും കണ്ടുകൂട്ടുവാനോ അല്ല. കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളുണ്ട് ഇവിടെ. കാണാതിരിക്കാനായിട്ട് മറ്റൊരു അവയവം കൂടി നമുക്ക് ദൈവം തന്നു. അത് കൺപോളകളാണ്. കണ്ണുകൾ നൽകിയ ദൈവം തന്നെ ചീത്തയായത് കാണാതിരിക്കാനായിട്ട് കൺപോളകൾ നമുക്ക് നൽകി. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. കാണുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ബൈബിൾ പറയുന്നില്ല. കണ്ട കാര്യങ്ങൾ വീണ്ടും കാണാൻ ആഗ്രഹിച്ച് തിരിഞ്ഞു നോക്കുക. അതിനെ നോട്ടം എന്ന് പറയുന്നത്, കാഴ്ചയും നോട്ടവും രണ്ടാണ്. കണ്ട കാര്യങ്ങൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുക, അത് നമ്മുടെ ഉള്ളിലുള്ള തെറ്റായ ആഗ്രഹത്തിൽ നിന്നും പൊങ്ങി വരുന്നതാണത്.
തിരിഞ്ഞു നോട്ടം. ഇൻ എവരി സെക്കൻഡ് ലുക്ക് ദർ ഇസ് സിൻ എന്നാണ് പറയുന്നത്. കാഴ്ച പാപമല്ല, നോട്ടം പാപമാണ്. ഈ സത്യം നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് മക്കൾക്ക് ജന്മം നൽകുമ്പോൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ അതിലൂടെ വിശുദ്ധരായ മക്കൾക്ക് നമുക്ക് ജന്മം നൽകാൻ സാധിക്കും. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വേര് പരിശുദ്ധമെങ്കിൽ ശാഖയും പരിശുദ്ധം. റോമ 11:16 തിരുവചനമാണ്. വേര് പരിശുദ്ധമെങ്കിൽ ശാഖയും പരിശുദ്ധം. ജോബ് 14:4 നമ്മൾ ഇതിന് സമാനമായ ഒരു വാക്യമാണത്. അശുദ്ധമായതിൽ നിന്ന് ശുദ്ധമായതുണ്ടാക്കാൻ ആർക്കും കഴിയുകയില്ല. മക്കൾക്ക് ജന്മം നൽകാൻ മാതാപിതാക്കൾ ഒരുമിച്ച് വരുമ്പോൾ അവർ സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും ആണെങ്കിൽ തീർച്ചയായിട്ടും അവരിലൂടെ ജന്മം കൊള്ളുന്നത് വിശുദ്ധരായ മക്കളായിരിക്കും. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നമ്മൾ പ്രാർത്ഥനാ ചൈതന്യത്തിലല്ല ഒരു കുഞ്ഞിന് ജന്മം നൽകിയതെങ്കിൽ അമ്മയുടെ ഉദരത്തിലായിരുന്ന 10 മാസ കാലഘട്ടം അത് മാതാപിതാക്കൾ തന്നെ ഈശോയ്ക്ക് സമർപ്പിച്ച് വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് അനേകം പേർക്ക് ദുശീലങ്ങളിൽ നിന്ന് പിന്തിരിയാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ പാപത്തോടെ പിറന്നു. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോഴേ അവർ പാപികളാണ്. ആ 10 മാസ കാലഘട്ടം നമ്മൾ കൃത്യമായി ദൈവത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് ഈശോയുടെ തിരുരക്തത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ രക്തം നമ്മെ സകല പാപങ്ങളിൽ നിന്നും, സകല അശുദ്ധിയിൽ നിന്നും, സകല അനീതിയിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഞാൻ ഓർക്കുന്ന മറ്റൊരു സംഭവം ഇതാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു മകൻ 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞപ്പോൾ ആ മകന് കിട്ടാനുണ്ടായിരുന്നത് ഏകദേശം 40ഓളം തിയറി പേപ്പറുകൾ. 40ഓളം തിയറി പേപ്പറുകൾ. 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞു. കോളേജിൽ നിന്നും കോഴ്സ് കംപ്ലീറ്റഡ് CC കിട്ടി. ആ കോഴ്സ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടി, TCയും കിട്ടി. പക്ഷേ കിട്ടാനുള്ളത് 40ഓളം പേപ്പറുകൾ. ആ മകൻ്റെ പഠന മേഖലയിലെ പരാജയത്തിനുള്ള കാരണം ആ മകൻ തുറന്നു പങ്കുവച്ചത് എങ്ങനെയാണ്? വർക്കിംഗ് ഡേയ്സിൽ കോളേജ് നടക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് ഹോസ്റ്റൽ മുറിയിൽ വന്ന് മൊബൈലിലൂടെ നെറ്റ് ഓൺ ചെയ്ത് കണ്ട ചപ്പും ചവറുമെല്ലാം കണ്ടിരുന്നു. ആ കണ്ട കാര്യങ്ങളെല്ലാം നമുക്കറിയാം, അബോധ മനസ്സിൽ ശേഖരിക്കപ്പെട്ടു കഴിഞ്ഞു. ആ മകൻ്റെ ഒരു അനുഭവം എന്നോട് പങ്കുവെച്ചത് ഇങ്ങനെയാണ്. പഠിക്കാനിരിക്കുമ്പോൾ വളരെ മോശമായ മ്ലേച്ഛമായ ചിന്തകളും ചിത്രങ്ങളൊക്കെയാണ് മനസ്സിലൂടെയും കണ്ണുകളിലൂടെയും എല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ആ സ്നേഹത്തോടെ ആ മകനോട് പറഞ്ഞു, മോനെ, അങ്ങനെ തെറ്റായ ചിന്തകളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം വരുമ്പോൾ മകനൊരു കാര്യം ചെയ്യണം. നീ ആ പുസ്തകമൊന്നും മടക്കി വയ്ക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ട ഈശോയുടെയോ മാതാവിൻ്റെ രൂപം മനസ്സിൽ കൊണ്ടുവന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ വളരെ വിഷമത്തോടെ ആ മകൻ്റെ മറ്റൊരു അവസ്ഥ എന്നോട് പങ്കുവെച്ച് എങ്ങനെയാണ്? ബ്രദറെ, മാതാവിൻ്റെയും വിശുദ്ധകളുടെ എല്ലാം മനോഹരമായ രൂപം മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് പോലും തെറ്റായ ചിന്തകൾ, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങളൊക്കെ കടന്നു വരുന്നു. സ്നേഹമുള്ളവരെ, കണ്ണുകളുടെ ദുരുപയോഗത്തെ വളരെ ഗൗരവത്തോടെയാണ് ഈശോ കാണുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 29-ാമത്തെ വചനത്തിലൂടെ കർത്താവ് നമുക്ക് തരുന്ന മുന്നറിയിപ്പ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചുഴുന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളൊന്നും നഷ്ടപ്പെടുകയാണ്. തെറ്റായ നോട്ടങ്ങളൊക്കെ എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. പാപത്തെ പലപ്പോഴും നമ്മൾ വളരെ ലാഘവത്തോടെ കാണുന്നു, നിസ്സാരവൽക്കരിക്കുന്നു. എന്നാൽ പാപത്തെ വളരെ ഗൗരവത്തോടെയാണ് ഈശോ കാണുന്നത്. വളരെ ഗൗരവത്തോടെ കാണുന്നു. ദൈവമക്കളുടെ നോട്ടം പോലും പരിശുദ്ധമായിരിക്കണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനെ മുദ്ര പതിഞ്ഞ സ്വർഗീയ പൗരന്മാരായ നമ്മളിൽ നിന്നും പ്രിയമുള്ളൊരു ഉയർന്ന ഒരു ധാർമ്മികതയാണ് ഈശോ ആവശ്യപ്പെടുന്നത്. വളരെ ഉയർന്നൊരു ധാർമ്മികത. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5:28 നമ്മൾ വായിക്കുന്നുണ്ട്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായിട്ട് വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. തെറ്റായൊരു നോട്ടം ഈസ് ഈക്വൽ ടു 6-ാം പ്രമാണത്തിൻ്റെ ലംഘനം. തെറ്റായ നോട്ടത്തെ ഒരു കൽപ്പനയുടെ ലംഘനമായിട്ട് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നു.
എത്രമാത്രം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രേക്ഷകരെ, നമ്മുടെ അന്തരാത്മാവിലേക്ക് അശുദ്ധി കടന്നു വരുന്ന 5 കവാടങ്ങൾ, അതിനെ നമ്മൾ 5 ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടമാണ് കണ്ണ്. കണ്ണുകളെ ഇന്ദ്രിയങ്ങളുടെ രാജാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് കണ്ണുകൾ നമ്മൾ നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കണ്ണുകളെ നിയന്ത്രിക്കാത്തൊരു വ്യക്തിക്കും ദൈവത്തോടു കൂടിയുള്ള ഒരു ജീവിതം, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കില്ല. ദൈവാനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കില്ല. ജോബിൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിലൂടെ ജോബ് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഞാൻ കന്യകയെ നോക്കുക എന്ന്? എൻ്റെ കണ്ണ് ഞാൻ ഇനി തെറ്റായ കാര്യത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല. ജോബ് ചെയ്ത ഉടമ്പടി അതാണ്. തെറ്റായ രീതിയിൽ ഞാനൊരു സ്ത്രീയെ നോക്കില്ല. ജോബിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ജോബിൻ്റെ വിശേഷണങ്ങളാണ്. ജോബ് നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, ദൈവഭക്തനായിരുന്നു, തിന്മയിൽ നിന്നകന്ന് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. ജോബ് അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കാത്ത, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്ത ഒരു വ്യക്തിക്കും ജീവിത വിശുദ്ധി കാത്ത് സൂക്ഷിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ സ്വയം തിരസ്കൃതനാകാതിരിക്കാൻ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിക്കുന്നുവെന്ന്. ദൈവം നമുക്ക് തരുന്ന മുന്നറിയിപ്പാണത്. ശരീരത്തെ കർശനമായിട്ട് നിയന്ത്രിക്കണം, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. അൽഫോൺസാമ്മ നടന്നു പോകുമ്പോൾ 6 അടി ദൂരെയുള്ള കാഴ്ചകൾ മാത്രമേ കാണുകയുള്ളൂ. വശങ്ങളിലേക്ക് നോക്കില്ല, ദൂരേക്ക് നോക്കില്ല, തൊട്ടു മുൻപിലുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഏകദേശം കുനിഞ്ഞായിരുന്നു വിശുദ്ധ അൽഫോൺസാമ്മ നടന്നിരുന്നത്. വിശുദ്ധർ എത്രമാത്രം വിശുദ്ധിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നു പ്രിയമുള്ളവരെ. ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. ഒരു ഉയർന്ന ധാർമ്മികത ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. കണ്ണുകൾ നമ്മൾ ഒരിക്കലും അശുദ്ധിക്ക് വിട്ടുകൊടുക്കരുത്. സ്നേഹമുള്ളവരെ, ഈ കണ്ണുകൾ ഇത് ദൈവത്തെ കാണുവാനാണത്. നമുക്കറിയാം, വൃദ്ധനായ ശമയോൻ അന്ന് മാതാവും ഔസേപ്പിതാവും ഉണ്ണീശോയെ സമർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ഉണ്ണീശോയെ കൈകളിലെടുത്ത് വൃദ്ധനായ ശമയോൻ അന്ന് പറഞ്ഞു, ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. സകല ജനത്തിനു വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 30-31 വചനമാണ്. രക്ഷകനായ ഈശോയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ ഭാഗ്യം ലഭിച്ച ശമയോൻ, ഇത് ദൈവത്തെ കാണുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ കണ്ണുകൾ നൽകിയത്. എത്രയോ പേർക്ക് കണ്ണടച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ കാണുന്നു, മാതാവിനെ കാണുന്നു, വിശുദ്ധരെ കാണുന്നു, സ്വർഗം കാണുന്നു. ചിലർ കണ്ണ് തുറന്ന് പ്രത്യേകിച്ച് ആരാധന നിമിഷങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ ഈശോയെ കാണുന്നു. ഇനി മറ്റൊരു സത്യം കൂടി മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ 2-ാമത്തെ വരവെങ്കിൽ ഈ നയനങ്ങൾ കൊണ്ട് തന്നെയാണ് വിധിയാളന ഈശോയെ നമ്മൾ കാണേണ്ടതെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. ഞാൻ എൻ്റെ ചെറുപ്പത്തിലേക്ക് ഒത്തിരി കേട്ടിട്ടുള്ള ഒരു ഗാനമുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം പാടിയിരുന്ന ഒരു പാട്ടാണ്, മോദം കലർന്ന നിന്നെ ഉൾക്കൊണ്ട നിൻ്റെ ദാസരിൽ. അതിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെയാണ് പാടുന്നത്, ദേവാലയത്തിൽ ദിവ്യ കർമ്മങ്ങൾ കണ്ട കണ്ണുകൾ, ലോകാവസാന നാളിൽ ആകാശമാറിൽ നിൻ്റെ ആരമ്യകാന്തി കാണണം. ലോകാവസാന നാളുകളിൽ വാനമേഘങ്ങളിൽ മാലാഖമാരുടെ അകമ്പടിയോടുകൂടി വിദ്യാളനായ ഈശോ വരുമ്പോൾ ആ ഈശോയെ കാണേണ്ടത് നമ്മുടെ ഈ നയനങ്ങൾ കൊണ്ട് ആണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കണ്ണുകളെ അതിൻ്റെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട്. യെശയ്യാ പ്രവാചകൻ ഒരിക്കൽ ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ മനോഹരമായ ദർശനം കാണുകയാണ്. ദൈവപിതാവ് ഉയർന്നൊരു സിംഹാസനത്തിൽ ഇരിക്കുന്നു, മാലാഖമാർ ചുറ്റും നിൽക്കുന്നു, അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പരിശുദ്ധൻ 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 എന്ന് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദർശനം കണ്ടപ്പോൾ തൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ടാണ് അത് കണ്ടത്. അത് കണ്ടപ്പോൾ തൻ്റെ അയോഗ്യത പ്രവാചകൻ തിരിച്ചറിഞ്ഞു.
അവിടെ ഏറ്റുപറയുന്നുണ്ട്, ഞാൻ നശിച്ചു, എനിക്ക് ദുരിതം, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അധരങ്ങളുള്ളവരെ മധ്യ വസിക്കുന്നവനാണ്. ദൈവിക ദർശനം കിട്ടുമ്പോഴാണ് നമ്മുടെ കുറവുകൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. സ്നേഹമുള്ളവരെ, ഈ കണ്ണുകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കണ്ണുകളുടെ ദുരുപയോഗം വളരെ ഗൗരവത്തോടെ കാണുന്നു. എനിക്കറിയാവുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി ഓരോ വർഷം പിന്നിടുമ്പോഴും കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ വെറും 10% മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി ഉള്ളത്. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടും. അദ്ദേഹം ഒരിക്കൽ വേദനയോടെ എന്നോട് പറഞ്ഞു, ടോമി സഹോദര, ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെയും എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കില്ലല്ലോ. എനിക്കും വലിയ സങ്കടം തോന്നി അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ. സ്നേഹമുള്ളവരെ, ഈ കണ്ണുകളെ പ്രതി, കാഴ്ചശക്തിയെ പ്രതി നമ്മൾ എത്ര പേർ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട്, അത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കണ്ണുകൾ ഒരിക്കലും അശുദ്ധിക്ക് വിട്ടുകൊടുക്കരുത്. ജീവിത വിജയം സമം ജീവിത വിശുദ്ധി. പ്രത്യേകിച്ച് കണ്ണുകളുടെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ് ജീവിത വിജയത്തിന്. ഇന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമുക്ക് വിശുദ്ധി കൈമോശം വന്നിട്ടുണ്ട്. വിശുദ്ധി കൈമോശം വരുമ്പോൾ നമുക്കറിയാം ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള താളം തെറ്റുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് എത്തി നോക്കുകയാണ്. ആ സംഭവമൊക്കെ നമുക്കറിയാം. വസന്തകാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ദാവീദ് കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ അലസനായി ഇങ്ങനെ ഉലാത്തി നടക്കുമ്പോഴാണ് ആ ഒരു കാഴ്ച കാണുന്നത്. ഊറിയയുടെ ഭാര്യ, സൈന്യാധിപനായ ഊറിയയുടെ ഭാര്യ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ രംഗം അതൊരാഗ്രഹമായി. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. ബത്ശബയെ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി പാപം ചെയ്തു. ബത്ശബ ഗർഭിണിയായി. ആ ഗർഭത്തിൻ്റെ ഉത്തരവാദിത്തം ജീവിത പങ്കാളിയായ ഊറിയയിൽ അടിച്ചേൽപ്പിക്കാൻ ചില ശ്രമങ്ങൾ നടത്തുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ രാജ്യസ്നേഹിയായ വിശ്വസ്തനായ ഊറിയ ഇതാ വീണ്ടും യുദ്ധകളത്തിലേക്ക് പോകുമ്പോൾ ഊറിയയെ യുദ്ധത്തിൻ്റെ മുൻനിരയിൽ നിർത്തി ദാവീദ് ചതിച്ചു കൊന്ന സംഭവം, തെറ്റായൊരു നോട്ടം, അതുമായി അതിനനുബന്ധമായി എന്തെല്ലാം ഗൗരവമായ പാപങ്ങളുടെ ലംഘനമാണ് സംഭവിച്ചത്. വ്യഭിചാരം എന്ന പാപം ചെയ്തു ദാവീദ്. 6-ാം പ്രമാണം ലംഘിച്ചു. അന്യൻ്റെ ഭാര്യയെ മോഹിച്ചു. 9-ാം പ്രമാണം ലംഘിച്ചു. കൊല്ലരുത്, 5-ാം പ്രമാണത്തിൻ്റെ ലംഘനവും സംഭവിച്ചവിടെ. തെറ്റായൊരു നോട്ടം ദാവീദിനെ നയിച്ചത് 5-ഉം 6-ഉം 9-ഉം പ്രമാണങ്ങളുടെ ലംഘനത്തിലേക്കാണ്. ഈ സത്യം തിരിച്ചറിയുക. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ ദാവീദിൻ്റെ കുടുംബത്തിൽ മാത്രമല്ല, ആ രാജ്യം മുഴുവൻ ആഭ്യന്തര കലാപത്തിൽ ആണ്ടുപോയി. ആ സംഭവം എല്ലാം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കണ്ണുകൾ കുറ്റമറ്റതെങ്കിൽ ജീവിതം മുഴുവൻ പ്രകാശിക്കും. കണ്ണുകൾ ദുഷ്ടമെങ്കിലോ ജീവിതം മുഴുവനും ഇരുണ്ടുപോകും എന്ന സത്യം തിരിച്ചറിയാം. മനോഹരമായ ഈ പ്രപഞ്ചം കാണാൻ, പച്ചപിടിച്ച് കിടക്കുന്ന മലകൾ, ശാന്തമായി ഒഴുകുന്ന പുഴകൾ, പരന്നു കിടക്കുന്ന കായൽ, തെളിഞ്ഞ ആകാശവിധാനം, നീലാകാശവിധാനം, ഇതെല്ലാം കണ്ടാൽ ആരാണ് ദൈവത്തെ പ്രകീർത്തിക്കാതിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈ കണ്ണുകൾ ദൈവം തന്നത് ദൈവത്തെ കാണുവാനാണ്, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാനാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ കണ്ണുകൾ അതിൻ്റെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് കടമയുണ്ടെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൊതിയുള്ള അവയവമായിട്ട് ദൈവം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് കണ്ണുകളാണ്. ഈ കണ്ണു മൂലം അനേകം ജീവിതങ്ങൾ ഇന്ന് കണ്ണീർ വാർക്കുകയാണ്. ഞാൻ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പരിചയപ്പെടുത്തിയ ആ മകൻ 4 വർഷം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടും ഇത് അനേകം പേപ്പറുകൾ ബാക്കി. ആ കോഴ്സ് പൂർത്തിയാക്കാനുള്ള എല്ലാവിധ ആത്മവിശ്വാസം ആ മകന് നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാൻ മകനെ ഒത്തിരി ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ആ മകൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുള്ള അശുദ്ധികൾ ഓരോ ദിവസം തിരക്തം കൊണ്ട് കഴുകാൻ തുടങ്ങി. ഈശോയുടെ രക്തത്തിൻ്റെ വിശുദ്ധീകരണ ശക്തി നമ്മൾ തിരിച്ചറിയണം.
ഓരോ ദിവസവും കഴുകാൻ തുടങ്ങി, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് തുടങ്ങി, വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്നേഹമുള്ളവരെ, 1 വർഷം മുമ്പ് വീണ്ടും ഞാൻ ആ മകനെ കാണുമ്പോൾ ആ മകൻ വളരെ സന്തോഷത്തോടെ എന്നോട് പങ്കുവച്ചൊരു കാര്യം, ടോമി ബ്രദറെ, ഇനി എനിക്ക് വെറും 4 പേപ്പറുകളെ ഇനി കിട്ടാനുള്ളൂ. 40 പേപ്പർ കിട്ടാനുണ്ടായിരുന്ന സ്ഥാനത്ത് 4 പേപ്പറുകൾ മാത്രമേ കിട്ടാനുള്ളൂ. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഈ സമയത്തിനുള്ളിൽ ആ മകൻ അത് എഴുതിയെടുത്തിരിക്കും എന്ന് ഞാനും കരുതുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ അത് ദൈവത്തിൻ്റെ ദാനങ്ങളാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക. കാഴ്ചശക്തിയും ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഈ കണ്ണുകളിലൂടെ നല്ലത് മാത്രം കാണുവാനുള്ള ആ വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മോശമായത് നമ്മൾ കാണേണ്ടി വരുമ്പോൾ അതിനുവേണ്ടി ദൈവം തന്ന ഒരു ഉപകരണമാണ് കൺപോളകൾ. അത് കണ്ണടച്ച് കളയുക. എല്ലാ നോട്ടവും പാപമാണെന്ന് തിരിച്ചറിയുക. നമ്മൾ സൂസന്നയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സൂസന്ന ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിലാണ്. ആ വർഷം ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത 2 ന്യായാധിപന്മാർ ദിവസവും അവളെ നോക്കിക്കൊണ്ടിരുന്നു. നോട്ടം തെറ്റാണ്. ദിവസവും അവളെ നോക്കിക്കൊണ്ടിരുന്നു. ദാനിയേൽ 13:3 വചനമാണത്. ആ നോട്ടമാണ് അവരെ പാപത്തിലേക്ക് നയിച്ചത്. നമുക്കും പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ. ഒരു നിമിഷം കാര്യങ്ങൾ നമുക്കൊന്ന് കൂപ്പാം. നമുക്ക് ദൈവം ദാനമായി നൽകിയ കണ്ണുകൾ, കാഴ്ചശക്തി ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ഈ കണ്ണിലൂടെ ഏതെങ്കിലും അശുദ്ധികൾ, തെറ്റായ പുസ്തകങ്ങൾ വായിച്ചത് മൂലം വിശ്വാസത്തിനും ധാർമ്മികതയ്ക്കും നിരക്കാത്ത പുസ്തകങ്ങൾ വായിക്കുകയോ അതോ കാണുകയോ ചെയ്തപ്പോൾ നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ള തെറ്റായ ബോധങ്ങൾ, അശുദ്ധികൾ, ആ ബോധ്യങ്ങളും അശുദ്ധികളെല്ലാം ഈശോയുടെ തിരുരക്തത്താൽ കഴുകപ്പെടാൻ വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണുകൾ കുറ്റമറ്റതെങ്കിൽ ജീവിതം മുഴുവനും അനുഗ്രഹപൂർണ്ണമാകും എന്ന സത്യം തിരിച്ചറിയുമ്പോൾ നമുക്ക് കണ്ണുകളുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാം. ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ മോശമായതൊന്നും ഇനി കാണാൻ എന്നെ അനുവദിക്കരുതേ എന്ന് ആത്മാർത്ഥമായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.